ഹായ് ഡിയർ ബിസിനസ് ഓണേഴ്സ്, നമസ്കാരം. ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്തിനെ ഏറ്റവും വലിയ രീതിക്ക് ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് നിങ്ങളുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യക്ക് അകത്തും പുറത്തും ബിസിനസ് ചെയ്യുന്ന സ്മോൾ മീഡിയം ബിസിനസ് ഓണേഴ്സ് ആണ് നിങ്ങളെങ്കിൽ ഒരു കാരണവശാലും ഇന്നത്തെ ഈ ഒരു സബ്ജക്റ്റ് നിങ്ങൾ വിട്ടുകളയരുതെന്ന് മാത്രമല്ല, ഒരു പെന്നും ഡയറിയും ഒക്കെ എടുത്തു വച്ച് ഞാൻ പറയുന്ന ഓരോ ലൈൻ ബൈ ലൈനായിട്ട് നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളിൽ എൻ്റെ ബിസിനസ്സിൽ എനിക്ക് എത്രത്തോളം ക്ലാരിറ്റി ഈ പറയുന്ന കാര്യങ്ങളിൽ ഉണ്ട് എന്നുള്ളതിനെ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ട് വേണം ഇന്നത്തെ ഈ ഒരു വീഡിയോ മുഴുവൻ നിങ്ങൾ കാണാനായിട്ട്. ഐ എം അരുൺ വിക്രം, ദ ഫൗണ്ടർ ഓഫ് ലെവണെക്സ് കമ്പനി ആൻഡ് ബിസിനസ് കോച്ച്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു സബ്ജക്റ്റ് സ്കോർ ബോർഡ് ബേസ്ഡ് ലീഡർഷിപ്പ്. നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ ഇങ്ങനൊരു സബ്ജക്റ്റ്? സാധ്യത കുറവാണ്. കാരണം ഇന്ത്യയിൽ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പല സ്റ്റഡീസും പല കൺസൾട്ടിങ്ങും കോച്ചിങ്ങും ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ 20,000 മണിക്കൂറിന് മുകളിൽ കേരളത്തിലെയും കേരളത്തിൻ്റെ പുറത്തുമുള്ള മലയാളി ബിസിനസ് ഓണേഴ്സുമായിട്ട് 1-to-1 കോച്ചിങ് ചെയ്ത എക്സ്പീരിയൻസിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ ഒരു സബ്ജക്റ്റ് അത്രയധികം ആഴത്തിൽ നമ്മളുടെ മലയാളി ബിസിനസ് ഓണേഴ്സ് പഠിച്ചിട്ടില്ല എന്നുള്ളത്. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൂടെ ഇത്രയധികം ബിസിനസ്സുകളിൽ 100-ലധികം വരുന്ന ബിസിനസ്സുകളിൽ നമുക്ക് കൃത്യമായിട്ട് ബിസിനസിൻ്റെ ഏറ്റവും വലിയ റിസൾട്ട് എന്ന് വിളിക്കുന്ന നെറ്റ് പ്രോഫിറ്റിനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ബിസിനസ്സിനെ റിച്ച്നെസ്സിലേക്ക് എത്തിക്കാനായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റിൻ്റെ ഫൗണ്ടേഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങളെല്ലാവരും കയ്യിൽ ഒരു ഡയറിയും പെന്നും ഒക്കെ ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് സ്കോർ ബോർഡ് ബേസ്ഡ് ലീഡർഷിപ്പ്. ഇന്ന് പലപ്പോഴും ബിസിനസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ബിസിനസ്സിനെ അനലൈസ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി ഇല്ലാതെ തന്നെയാണ് പലപ്പോഴും ബിസിനസ് ഓണേഴ്സ് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ഈ ഒരു പിക്ചറിലേക്ക്, ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു പിക്ചറിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് 3 ഗെയിംസ് കാണാം അല്ലേ? ഇവിടെ 1 ക്രിക്കറ്റ് കാണാം, 2 നിങ്ങൾക്ക് ഫുട്ബോൾ കാണാം, ആൻഡ് നിങ്ങൾക്ക് ബാസ്കറ്റ് ബോൾ കാണാം. ഓക്കെ, അപ്പോൾ ഈ ഗെയിം നിങ്ങളൊന്ന് കൃത്യമായിട്ടൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കി. എക്സാമ്പിളായിട്ട് നമുക്ക് ഫസ്റ്റ് ക്രിക്കറ്റ് തന്നെ എടുക്കാം. ഓക്കെ, നമുക്ക് ആ ഒരു ഫോട്ടോയിലേക്ക് നിങ്ങൾ നോക്കുന്ന സമയത്ത് എന്താണ് നിങ്ങളുടെ ഒബ്സർവേഷൻ? ഈ കളി തീർച്ചയായിട്ടും മലയാളികളെ ക്രിക്കറ്റ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ധാരണ. എന്താണ് നിങ്ങൾക്ക് ഈ 2 ടീമിനെ കാണുന്ന സമയത്ത് ഏത് ടീമാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എത്ര റണ്ണായി, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു തോട്ട് പ്രോസസ്സ് ഈ ഒരു കളി കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതിനെ കൃത്യമായിട്ടൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കി. എന്താണ് ഈ മനുഷ്യൻ ചോദിക്കുന്നതല്ലേ? കുറച്ച് കൺഫ്യൂസ്ഡ് ആയി. യെസ്, പലപ്പോഴും ഇവിടെ ബിസിനസ്സിൻ്റെ റിയാലിറ്റി എന്താണ് എന്നുള്ളത് അറിയാതെയാണ് ബിസിനസ് ഓണേഴ്സ് ബിസിനസ്സിനെ ഡ്രൈവ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ബിസിനസ്സിൽ നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്, എന്താണ് ക്ലാരിറ്റി, ആരാണ് പെർഫോം ചെയ്യേണ്ടത്, ഏത് ഫങ്ഷണാലിറ്റീസിനെയാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റിയിൽ ഡ്രൈവ് ചെയ്യേണ്ടത്, ഇതൊന്നും അറിയാതെ നമ്മളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ജയിക്കുകയാണോ തോക്കുകയാണോ സ്വന്തം ബിസിനസ്സിൽ എന്നുള്ളതിനെ കുറിച്ച് പോലും പലപ്പോഴും ബിസിനസ് ഓണറിന് മനസ്സിലാക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ് ഒരുപാട് ബിസിനസ്സുകളിൽ നടക്കുന്നത് എന്നുള്ളത് ആധികാരികമായിട്ട് തീർച്ചയായിട്ടും എനിക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം 1-to-1 ഇരിക്കുന്ന സമയത്ത് പല ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ മനസ്സിലാവാത്ത ചോദ്യങ്ങളൊന്നുമല്ല, ബിസിനസിന്റെ ഫണ്ടമെന്റൽ കാര്യങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് ഫൈനാൻഷ്യൽസിനെ കുറിച്ച്, പ്രോഫിറ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ റവന്യൂവിനെ കുറിച്ച്, അല്ലെങ്കിൽ ക്യാഷിനെ കുറിച്ച് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പല ബിസിനസ് ഓണേഴ്സിനും കൃത്യമായിട്ട് അവരുടെ ടാർഗറ്റോ അച്ചീവ്മെൻറ്റോ അവരുടെ ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോ ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ട് ഡേറ്റ വെച്ചുകൊണ്ട് പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് റിയാലിറ്റി. അപ്പോൾ ബിസിനസ്സിൽ ജയിക്കുകയാണോ തോക്കുകയാണോ എന്ന് അറിയാതെ നമ്മളിങ്ങനെ കളിച്ചുകൊണ്ട് മാത്രം ഇരുന്നാൽ എങ്ങനെയാണ് റിസൾട്ടിനെ ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കുക? അവിടെയാണ് സ്കോർ ബോർഡ് ബേസ്ഡ് ലീഡർഷിപ്പ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് വരുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ നോക്കുന്ന സമയത്ത് സെൻട്രൽ തന്നെ ആ ഒരു ക്രിക്കറ്റിൻ്റെ ഫോട്ടോ എഗെയിൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2 ടീം മെമ്പേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എത്രയാണ് സ്കോർ എന്നുള്ളത് നമുക്ക് കാണാം. എത്ര വിക്കറ്റ് നഷ്ടപ്പെട്ടു, ഇനി എത്ര വിക്കറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഓരോ ബാറ്റ്സ്മാൻമാരും എത്ര റൺസാണ് എടുത്തിരിക്കുന്നത്, എത്ര ബോളിൽ നിന്നാണ് ഇത്ര റൺസ് കിട്ടിയിരിക്കുന്നത്, ഇതെല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. ശരിയല്ലേ? അപ്പോൾ ബിസിനസ്സിനെ നമ്മളൊരു ഗെയിമായിട്ട് കണ്ടാൽ തീർച്ചയായിട്ടും ഈ ക്രിക്കറ്റിൽ കാണുന്നത് പോലെ തന്നെ അവിടെയും ഒരു സ്കോർ ബോർഡ് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രയോറിറ്റി ഉള്ള ഒരു കാര്യമാണ്.
പലപ്പോഴും ഈ കളി മാത്രമേ നടക്കുന്നുള്ളൂ. ബിസിനസ്സിൽ സ്കോർ ബോർഡ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ബിസിനസിന്റെ റവന്യൂ ടാർഗറ്റ് എന്താണ്, അച്ചീവ്മെന്റ് എന്താണ്, നമ്മളുടെ ഗ്രോസ് പ്രോഫിറ്റ് എന്താണ്, എവിടെയാണ് എത്തി നിൽക്കുന്നത്, നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്, അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് ഇപ്പോൾ കറന്റ് എവിടെയാണ് നിൽക്കുന്നത്, നമ്മളുടെ ക്യാഷ് ഫ്ലോ, നമ്മുടെ ക്യാഷ് ഇൻഫ്ലോ എത്രയാണ്, ക്യാഷ് ഔട്ട്ഫ്ലോ എത്രയാണ്, നമുക്ക് ക്യാഷ് ഫ്ലോ എത്രയാണ് എന്നുള്ളതിന്റെ ക്ലാരിറ്റി. ഒരു ബിസിനസ്സിലും മസ്റ്റ് ആയിട്ടും ഇത്തരത്തിലുള്ള സ്കോർ ബോർഡ് ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് ഗ്രോത്തിലാണോ ഡീഗ്രോത്തിലാണോ അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ഓഫ് ആക്ഷൻ എന്തൊക്കെയാണ് എന്നുള്ളതിന്റെ ക്ലാരിറ്റിയിലേക്ക് തീർച്ചയായിട്ടും ഒരു ബിസിനസ് ഓണറിനും മാനേജ്മെന്റ് ടീമിനും റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കുക. ശരിയല്ലേ? അപ്പോൾ നിങ്ങളോടുള്ള ചോദ്യം, നിങ്ങളുടെ ബിസിനസിന്റെ എല്ലാ ക്ലാരിറ്റിയും ഞാൻ ഈ പറയുന്ന രീതിയിൽ കൃത്യമായിട്ട് ഫങ്ഷണൽ വൈസ് ഡ്രൈവ് ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്ലാരിറ്റി കുറവുണ്ട് എന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ കേൾക്കുക എന്നുള്ളതാണ്. സോ ഇവിടെയാണ് 11x അക്കൗണ്ടബിലിറ്റി ബോർഡ് എന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത ഒരു കോൺസെപ്റ്റ് ആയിരിക്കാം നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതിൻ്റെ പ്രയോറിറ്റി വരുന്നത്. കാരണം കഴിഞ്ഞ 5 വർഷത്തിന് മുകളിലായിട്ട് ബിസിനസ് ഓണേഴ്സിനെ കോച്ച് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിക്ക് തീർച്ചയായിട്ടും ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ട് നമുക്ക് പല ടൂൾസുകളിലൂടെയും പോകാനായിട്ട് സാധിച്ചാൽ, ഏറ്റവും ഓർഗനൈസ്ഡ് ആയിട്ട് തന്നെ ഒരു സിസ്റ്റം എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് കമ്പനിയിൽ ബിൽഡ് ചെയ്യേണ്ടത് എന്നുള്ളതും, അതിനെ ടീം എങ്ങനെ ഏറ്റെടുക്കണം എന്നുള്ളതും, അതിനെ എങ്ങനെയാണ് നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടത് എന്നുള്ളതും തീർച്ചയായിട്ടും ഓരോ ബിസിനസ് ഓണറും പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ 11x അക്കൗണ്ടബിലിറ്റി ബോർഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യം എനിക്ക് നിങ്ങളോടുള്ള ചോദ്യം, ബിസിനസിന്റെ ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു തോട്ട് നിങ്ങളിലേക്ക് തന്നാൽ എന്താണ് നിങ്ങളുടെ ഡെഫിനേഷൻ? പലപ്പോഴും പല ബിസിനസ് ഓണേഴ്സും പറയാറുണ്ട്, ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എംപ്ലോയീസിന്റെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ്, അതല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ആളുകളെ ഹെൽപ്പ് ചെയ്യണം, എനിക്ക് എക്സ്പാൻഡ് ചെയ്യണം, പല രാജ്യങ്ങളിലായിട്ട് എൻ്റെ ബ്രാൻഡ് അറിയപ്പെടണം. ഇതൊക്കെ തീർച്ചയായിട്ടും ഗ്രോത്തിന്റെ പാർട്ട് ആണെങ്കിൽ പോലും ഫണ്ടമെന്റലി ബിസിനസിന്റെ ഗ്രോത്ത് നമ്മൾ ഓരോ ബിസിനസ് ഓണേഴ്സും മെഷർ ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഈ 3 കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് ഗ്രോത്തിലാണ് എന്ന് പറയാം. ഈ നമ്പർ ഗ്രോത്തിലേക്ക് എത്തിക്കാതെ ഉള്ള ഗ്രോത്തിന്റെ ഡെഫിനേഷനാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താണ്? കസ്റ്റമേഴ്സിന്റെ എണ്ണമാണ്. നിങ്ങൾ കഴിഞ്ഞ ക്വാർട്ടറിൽ നിന്ന് ഈ ക്വാർട്ടറിലേക്ക് എത്തിയപ്പോൾ, അല്ലെങ്കിൽ കഴിഞ്ഞ മാസത്തിൽ നിന്ന് ഈ മാസത്തിലേക്ക് എത്തിയപ്പോൾ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തിലേതിൽ നിന്ന് ഈ വർഷത്തിലേക്ക് എത്തിയപ്പോൾ നിങ്ങളുടെ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻക്രീസ് ചെയ്യപ്പെടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് ഗ്രോത്താണ്. അതുപോലെ തന്നെ നമ്മളുടെ റവന്യൂ, നമ്മുടെ സെയിൽസ് കൂടുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. കാരണം കസ്റ്റമേഴ്സിന്റെ എണ്ണം കൂടുന്നതോടൊപ്പം തന്നെ അതിൻ്റെ സെയിൽസ് വാല്യൂ തീർച്ചയായിട്ടും റവന്യൂ കൂടിക്കൊണ്ടിരിക്കണം എന്നുള്ളത് ടോപ്പ് പ്രയോറിറ്റിയിലുള്ള ഒരു കാര്യമാണ്. ആൻഡ് പ്രോഫിറ്റ്, തീർച്ചയായിട്ടും കോമ്പറ്റീഷനൊക്കെ വരുന്ന സമയത്ത് നമ്മൾ സെയിൽസ് കൂട്ടാനായിട്ട് മാത്രം ശ്രമിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് നമുക്ക് എൻഡ് ഓഫ് ദ മന്ത് അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് എന്തുണ്ടാവില്ല? നമുക്ക് റിസൾട്ട് ഉണ്ടാവില്ല. റിയൽ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് തന്നെയാണ്. അപ്പോൾ ആ പ്രോഫിറ്റിന്റെ ഗ്രോത്തും തീർച്ചയായിട്ടും നമുക്ക് എടുക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. സോ റവന്യൂ, പ്രോഫിറ്റ് ആൻഡ് കസ്റ്റമർ, ഈ 3 പോയിന്റ്സിനെയും കൃത്യമായിട്ട് ഗ്രോത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് ബിസിനസ്സിനെ ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കുക? അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഈ കസ്റ്റമർ റവന്യൂ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എൻഡ് റിസൾട്ടാണ്. അപ്പോൾ എൻഡ് റിസൾട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട 5 ഫണ്ടമെന്റൽസ് ഉണ്ട്. എന്തൊക്കെയാണ് ആ 5 ഫണ്ടമെന്റൽസ് എന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ ഫണ്ടമെന്റൽ എന്ന് പറയുന്നത് ലീഡ്സ് ആണ്. തീർച്ചയായിട്ടും നമ്മളുടെ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ ആവശ്യപ്പെട്ട് വരുന്ന എത്ര കസ്റ്റമേഴ്സ് നമുക്ക് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, ഇവർ റിയൽ ആയിട്ട് നീഡുള്ള ആളുകളാണോ, ഇങ്ങനെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ലീഡ്സിന്റെ എണ്ണം കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും ഒരു ബിസിനസിന്റെ ഫസ്റ്റ് ഫണ്ടമെന്റൽ എന്ന് പറയുന്നത്. ആൻഡ് രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ വന്ന ലീഡ്സിനെ നമുക്ക് കൃത്യമായിട്ട് ലീഡ് കൺവേർട്ട് ചെയ്ത് അത് സെയിലാക്കി മാറ്റാൻ പറ്റണം. അപ്പോൾ കൺവേർഷൻ പെർസെൻറ്റേജ് എത്രയാണ് എന്നുള്ളതിനെ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളത് ഏതൊരു ബിസിനസ്സിൻ്റെയും ടോപ്പ് പ്രയോറിറ്റിയിലുള്ള ഒരു കാര്യമാക്കി മാറ്റണം എന്നുള്ളത് തന്നെയാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആവറേജ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ ആണ്. ഒരു കസ്റ്റമർ നമ്മുടെ ബിസിനസ്സിലേക്ക് വന്നാൽ ആ കസ്റ്റമർ എത്ര തവണ റിപ്പീറ്റഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്നു,
റിപ്പീറ്റഡ് ആയിട്ട് അവരുടെ നീഡ് ഫുൾഫില്ല് ചെയ്യപ്പെടുന്ന രീതിയിൽ നമ്മളുടെ പ്രൊഡക്ട്സും സർവീസും നമ്മളുടെ അടുത്തു നിന്ന് തന്നെ പർച്ചേസ് ചെയ്യിപ്പിക്കാനായിട്ട് നമ്മളുടെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്? വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യപ്പെടേണ്ട നമ്പറാണ് ആവറേജ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ എന്നുള്ള ഒരു കാര്യം. അതോടൊപ്പം ആവറേജ് വാല്യൂ ഓഫ് ട്രാൻസാക്ഷൻ. തീർച്ചയായിട്ടും ഒരു കസ്റ്റമർ നമ്മളുടെ അടുത്ത് നമ്മളുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ, സർവീസ് എടുക്കാനായിട്ട് വന്നാൽ ഒരു 10,000 റുപ്പീസിൻ്റെ പ്രൊഡക്റ്റോ സർവീസോ പർച്ചേസ് ചെയ്യാൻ വരുന്ന ഒരാൾ നമ്മളുടെ അടുത്ത് നിന്ന് പോകുന്ന സമയത്ത് ഒരു 15,000-ൻ്റെ ബില്ലിംഗ് വാല്യൂയിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് പറ്റും? അവിടെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് കൂടുതൽ കൊണ്ടുവരാൻ സാധിക്കും. 50,000 രൂപയാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് എങ്കിൽ അത് 70,000 രൂപയുടെ ബില്ലിങ്ങിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കുമോ വിത്ത് പ്രോഫിറ്റബിലിറ്റി? അതോടൊപ്പം നിങ്ങളുടെ പ്രൊഡക്റ്റ് 10 രൂപയാണെങ്കിൽ അത് ഒരു 12 രൂപയുടെ ബില്ലിംഗ് വാല്യൂയിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുമോ? അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പല ബിസിനസ്സിൽ നമ്മൾ നോക്കുന്ന സമയത്ത് കസ്റ്റമർ ആവശ്യപ്പെടുന്ന കാര്യം മാത്രം സെല്ല് ചെയ്യുക എന്നുള്ളതല്ല, കസ്റ്റമറിൻ്റെ ആവശ്യം അറിയിച്ചു കൊടുത്തുകൊണ്ട് അവനാവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള അപ്സെല്ലിങ്ങും ക്രോസ് സെല്ലിങ്ങും നമ്പർ ഓഫ് അതിന് മുകളിലുള്ള സ്ട്രാറ്റജീസും ബിൽഡ് ചെയ്തുകൊണ്ട് ക്ലാരിറ്റിയിൽ ബിസിനസ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കണം ഏതൊരു ബിസിനസ്സിനെ ലീഡ് ചെയ്യുന്ന ലീഡേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മളുടെ പ്രോഫിറ്റ് മാർജിൻ. പലപ്പോഴും ഈ കോമ്പറ്റീഷൻ്റെ ഒക്കെ പാർട്ടായിട്ട് ആളുകൾ സെല്ല് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് എത്ര പെർസെൻറ്റേജ് മാർജിൻ എടുക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ക്ലാരിറ്റി പോലും ഇല്ല എന്നുള്ളതാണ് റിയാലിറ്റി. ബിസിനസ് തുടങ്ങിയ സമയത്ത് പറഞ്ഞു തുടങ്ങിയതാണ് എനിക്ക് 20% മാർജിൻ ഉണ്ട്, 10% മാർജിൻ ഉണ്ട്, ഇൻഡസ്ട്രിയിൽ ഇതാണ് നടക്കുന്നത്, അതുകൊണ്ട് എനിക്കിത് കിട്ടും എന്നുള്ള ധാരണയാണ്. ഇത് ഡേറ്റ എടുത്തിട്ടൊന്നും അനലൈസ് ചെയ്തിട്ടും പറയുന്ന കാര്യങ്ങളൊന്നും അല്ല. സോ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് നമ്മുടെ പ്രൈസിങ് സ്ട്രാറ്റജീസിൽ ഉൾപ്പെടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രോഫിറ്റ് മാർജിൻ എടുത്തുകൊണ്ട് ബിസിനസ് ചെയ്യുക എന്നുള്ളത് ഒരു ബിസിനസ്സിൽ തീർച്ചയായിട്ടും നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യമാണ്. അതല്ലെങ്കിൽ ഒരുപാട് ദൂരം നമുക്ക് ബിസിനസ്സിനെ മുന്നോട്ട് ഡ്രൈവ് ചെയ്യാൻ സാധിക്കില്ല. ബിസിനസ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന നിങ്ങളുടെ എംപ്ലോയീസ് ഉൾപ്പെടെ, സപ്ലയേഴ്സ് ഉൾപ്പെടെ, കസ്റ്റമേഴ്സ് ഉൾപ്പെടെ തീർച്ചയായിട്ടും വേദനയിലേക്ക് പോയിക്കൊണ്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് പ്രോഫിറ്റ് ഇല്ലാതെയാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ നടക്കുന്നത്. അതിൻ്റെ അപ്പുറത്ത് ഇതിൻ്റെ എല്ലാ റിസ്ക്കും ഏറ്റെടുക്കുന്ന നിങ്ങളുടെ അവസ്ഥ എന്താകും എന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കി. അതുകൊണ്ട് തന്നെ ഈ 5 ഫണ്ടമെന്റൽസ് എന്താണ് എന്ന് മനസ്സിലാക്കി അതിൻ്റെ സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് ഒരു ബിസിനസ് ഓണറിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും ടോപ്പ് പ്രയോറിറ്റിയിൽ തന്നെ വെക്കേണ്ട ഫാക്ടറാണ്. സോ ഈ പറയുന്ന നമ്പേഴ്സിനെയൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇത് പല സ്ഥലങ്ങളിലായിട്ട് കിടന്നാൽ നമുക്കിതിനെ മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും 11 ഫണ്ടമെന്റൽ നമ്പേഴ്സിലേക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആഴത്തിൽ പഠിക്കേണ്ടതും, അതുപോലെ തന്നെ ഇങ്ങനെ സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു ഡാഷ്ബോർഡിലേക്ക് നിങ്ങൾ ആ ഒരു ഡേറ്റയെ എത്തിക്കേണ്ടതിൻ്റെ പ്രയോറിറ്റി വന്നു നിൽക്കുന്നത്. നിങ്ങളുടെ മോർണിംഗ് എണീക്കുന്ന സമയത്ത് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ട്വിറ്ററോ അല്ലെങ്കിൽ ഇപ്പോൾ എക്സ് ആണല്ലോ അല്ലേ, ഇതൊക്കെ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ആ ഒരു ഡാഷ്ബോർഡാണ്. ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റണം എൻ്റെ റവന്യൂ ടാർഗറ്റ് എന്തായിരുന്നു, അച്ചീവ്മെൻറ്റ് എവിടെയാണ് നിൽക്കുന്നത്, എൻ്റെ GP എന്തായിരുന്നു, എൻ്റെ നെറ്റ് പ്രോഫിറ്റ് എവിടെയാണ്, എൻ്റെ ക്യാഷ് ഫ്ലോ എവിടെയാണ് നിൽക്കുന്നത്, എൻ്റെ ലീഡ്സ് എത്രയായിരുന്നു ടാർഗറ്റ്, ഇപ്പോൾ അച്ചീവ്മെൻറ്റ് എവിടെയാണ്, എൻ്റെ നമ്പർ ഓഫ് ക്ലയൻസ് എത്രയാണ്. ഇങ്ങനെ വരുന്ന എല്ലാ നമ്പേഴ്സിനെയും കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുന്ന ഒരു ഫോർമാറ്റിലേക്ക് ഒരു 1 പേജിൽ കാണാൻ സാധിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങളുടെ ഡാഷ്ബോർഡ് നിങ്ങളുടെ ഓർഗനൈസേഷനിൽ റെഡിയാണോ? ഒരു സോഫ്റ്റ്വെയറിൽ വളരെ കൃത്യമായിട്ട് കുറേ കാര്യങ്ങൾ എഴുതി വയ്ക്കുക എന്നുള്ളത് മാത്രമല്ല ഒരു ബിസിനസ് ഓണറിൻ്റെ റെസ്പോൺസിബിലിറ്റി. കൃത്യമായിട്ട് ഈ നമ്പേഴ്സിൻ്റെ മുകളിൽ ഏത് പ്രയോറിറ്റിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ടീമിനെ ലീഡ് ചെയ്യാൻ സാധിച്ചാൽ ഗംഭീരമായിട്ടുള്ള ഒരു റിസൾട്ടിനെ ഡ്രൈവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ കസ്റ്റമർ റവന്യൂ പ്രോഫിറ്റിൻ്റെ മുകളിലുള്ള ഒരു ഗ്രിപ്പ് ടോട്ടലി നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. സോ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബിസിനസ് ഓണറിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഡേറ്റ കളക്ട് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമല്ല റെസ്പോൺസിബിലിറ്റി. കൃത്യമായിട്ട് ഈ ഡേറ്റയുടെ മുകളിൽ നിന്നുകൊണ്ട് നമുക്ക് അതിനെ അനലൈസ് ചെയ്യാനും റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ടും സാധിക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. പലപ്പോഴും ചില ബിസിനസ് ഓണേഴ്സൊക്കെ കൃത്യമായിട്ട് ഈ ഡേറ്റയുടെ മുകളിൽ ഇരിക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ മുകളിൽ നിങ്ങളെടുക്കുന്ന റൈറ്റ് ഡിസിഷൻസ് എന്താണ്, അത് എങ്ങനെയാണ് ടീമിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ബിസിനസ്സിനെ ഏറ്റവും ബെസ്റ്റായിട്ട് ഡ്രൈവ് ചെയ്തെടുക്കാനായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ. സോ ഇവിടെ ലെവണക്സ് ടീം എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ
ഡേറ്റയുടെ മുകളിൽ, നിങ്ങളുടെ റിസൾട്ടിൻ്റെ മുകളിൽ, നിങ്ങളുടെ ആക്ഷൻസിൻ്റെ മുകളിൽ, റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻസിൻ്റെ മുകളിൽ കൃത്യമായിട്ട് ഒരു അക്കൗണ്ടബിലിറ്റി എടുക്കുക എന്നുള്ളത് തന്നെയാണ്. അവിടെയാണ് നമ്മളുടെ ടോട്ടൽ ടീമും എസ്പെഷ്യലി നമ്മളുടെ ഡേറ്റ സയൻറ്റിസ്റ്റുകൾ നേരത്തെ കണ്ടതുപോലെ തന്നെ വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ ഡേറ്റയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഇങ്ങനെ ഒരു ഡാഷ്ബോർഡ് ഇല്ലാതെ തീർച്ചയായിട്ടും നമ്മൾ ബിസിനസ് ഡ്രൈവ് ചെയ്താൽ നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ ഫോക്കസ് പോകുന്ന ഏരിയയിൽ മാത്രമായിരിക്കും ഗ്രോത്ത് ഉണ്ടാവുക. അതുകൊണ്ട് മാത്രം ബിസിനസ്സിനെ നമുക്ക് ഡ്രൈവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല. ബിസിനസ്സിൻ്റെ 8 ഫങ്ഷണാലിറ്റീസിനെയും ഒരുപോലെ ഡ്രൈവ് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു ബിസിനസ്സിനെ എത്തിക്കുക എന്നുള്ളതാണ് ബിസിനസ് ഓണറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു ഫാക്ട്. സോ എങ്ങനെയാണ് നമുക്ക് ഈ ഡേറ്റയെ അനലൈസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അടുത്തത് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. ഫസ്റ്റ്, തീർച്ചയായിട്ടും നമ്മളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഡെയിലി ബേസിസിൽ നമ്മൾ അതിനെ മോണിറ്റർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ആൻഡ് കറണ്ട് സ്റ്റാറ്റസ് എന്താണ്, ഈ ഡേറ്റ എന്തൊക്കെ കാര്യങ്ങളാണ് കൃത്യമായിട്ട് നമ്മളോട് സംസാരിക്കുന്നത് എന്നുള്ളതിനെ മനസ്സിലാക്കാൻ അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻസൈറ്റ്സ് ഉണ്ട്. ആ ഇൻസൈറ്റ്സ് ആണ് തീർച്ചയായിട്ടും എന്ത് സ്റ്റെപ്പിലേക്കാണ്, എന്ത് ഡിസിഷനിലേക്കാണ് ഞാൻ ഇനി പോകേണ്ടത്, എൻ്റെ ടീം പോകേണ്ടത് എന്നുള്ളതിൻ്റെ ക്ലാരിറ്റി നമുക്ക് തരിക. അതുകൊണ്ട് ഡേറ്റ കളക്ഷൻ, കറണ്ട് സ്റ്റാറ്റസ് അനാലിസിസ്, ഇൻസൈറ്റ്സിനെ എടുക്കുക, അതോടൊപ്പം റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ഓൺ ടൈമിൽ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡിലേഡ് ആയിട്ട് എടുക്കുന്ന റൈറ്റ് ഡിസിഷൻ പോലും റോങ് ആണ് എന്നുള്ളതാണ് റിയാലിറ്റി. അതുകൊണ്ട് സ്പീഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റാണ്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ്സിൽ ഡേറ്റ കൃത്യമായിട്ട് മെഷർ ചെയ്യാതെ ഒരിക്കലും നമ്മളുടെ ബിസിനസ്സിനെ മാനേജ് ചെയ്യാനോ ഗ്രോത്തിലേക്ക് എത്തിക്കാനോ സാധിക്കില്ല എന്നുള്ളത് ഏറ്റവും വലിയ മാനേജ്മെന്റ് ഗുരുവായിട്ടുള്ള പീറ്റർ ഡക്കർ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഈ എടുക്കുന്ന ഡേറ്റ മെഷർ ചെയ്താൽ മാത്രം പോരാ, ശരിക്കും അത് കൃത്യമായിട്ടൊരു അക്കൗണ്ടബിലിറ്റിയിൽ നിന്നുകൊണ്ട് അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സിസ്റ്റത്തിലേക്ക് കൂടി നിങ്ങൾക്ക് വരാൻ സാധിച്ചാൽ ഒരു സംശയവും വേണ്ട, ബിസിനസ്സിനെ നമുക്ക് മൾട്ടിപ്പിൾ ലെവലിൽ എക്സ്പൊണൻഷ്യൽ ഗ്രോത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് റിയാലിറ്റി. സോ ഒരു ബിസിനസ്സിൽ തീർച്ചയായിട്ടും എപ്പോഴും ബിസിനസ് ഓണർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. കാരണം കൃത്യമായിട്ട് ടീം മെമ്പേഴ്സ് കാര്യങ്ങളെ ഏറ്റെടുക്കുന്നു, അത് നല്ല രീതിക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നു. ബിസിനസ് ഓണറിന് ടൈം ഫ്രീഡവും മണി ഫ്രീഡവും കിട്ടുന്ന, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വാക്കാണ് ഡെലിഗേഷൻ. ഇത് പ്രോപ്പറായിട്ടല്ല നമ്മൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതേ ഡെലിഗേഷൻ നമ്മുടെ ബിസിനസ്സിനെ തകർക്കും എന്നുള്ളതും മറ്റൊരു റിയാലിറ്റിയാണ്. പല ബിസിനസ് ഓണേഴ്സിൻ്റെയും വളരെ ആഴത്തിലുള്ള കേസ് സ്റ്റഡീസിലൂടെയൊക്കെ ഞങ്ങൾ പോകുന്ന സമയത്ത് ഇത് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ഡെയിലി ബേസിസിൽ പല ബിസിനസ് ഓണേഴ്സുമായിട്ട് 1-to-1 ഇരിക്കുന്ന സമയത്ത്, കൺസൾട്ടിങ്ങിൽ വരുന്ന സമയത്ത്, അവരുടെ സ്റ്റോറി കേൾക്കുന്ന സമയത്ത് ഇത് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് എവിടെയാണ് പാളിച്ച പറ്റുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഡെലിഗേഷൻ എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. ഈ ആർട്ടിനെ മാസ്റ്റർ ചെയ്യുക എന്നുള്ളത് ഒരു ബിസിനസ് ഓണറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ ഡെലിഗേഷൻ നമുക്ക് ചെയ്യേണ്ടത്? അത് ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ എഴുതി പെട്ടെന്ന് ആളുകളിലേക്ക് കൊടുത്തതുകൊണ്ട് മാത്രം നമുക്ക് 100% ഡെലിഗേഷൻ നടന്നു എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ 3 സ്റ്റെപ്സിലൂടെ നമുക്ക് അതിനെ കൊണ്ടുപോകേണ്ടതുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വർക്ക് ഡെലിഗേഷനാണ്. അത് നമ്മളുടെ ശരീരത്തിലെ കൈകളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. കാരണം ഒരാൾ വർക്ക് ചെയ്യുന്നു അല്ലേ, അപ്പോൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കേപ്പബിലിറ്റി ആ വ്യക്തിക്ക് ഉണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ഒരു എംപ്ലോയിയുടെ അല്ലെങ്കിൽ ഒരു ലീഡറിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളത്, അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ എഴുതി കൊടുത്ത് അവന് ക്ലാരിറ്റി കൊടുക്കുന്നു, ആ വ്യക്തിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആ പ്രോസസ്സിലൂടെ കടത്തി വിടുന്നു എന്നുള്ളതാണ്. അപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ വർക്ക് മാത്രമേ ഡെലിഗേറ്റ് ചെയ്തിട്ടുള്ളൂ. ഒരിക്കലും ആ വർക്ക് ചെയ്യുന്നതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കാം, പോസിറ്റീവ് ആയിരിക്കാം. അതിൻ്റെ ടോട്ടൽ റെസ്പോൺസിബിലിറ്റി ആ വർക്ക് ചെയ്യുന്ന വ്യക്തിയിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഡെലിഗേറ്റ് ചെയ്തിട്ടില്ല. കാരണം വൺസ് ആ വർക്ക് ചെയ്ത് ഒരു പ്രാക്ടീസിലേക്കും ആ ഒരു തയക്കം വന്നാൽ മാത്രമാണ് തീർച്ചയായിട്ടും രണ്ടാമത്തെ സ്റ്റേജിലേക്ക് നമുക്ക് കടക്കാനായിട്ട് സാധിക്കുക, റെസ്പോൺസിബിലിറ്റി ഡെലിഗേഷൻ. ആ വ്യക്തിയുടെ ഷോൾഡറിലേക്ക് ആ റെസ്പോൺസിബിലിറ്റി നമുക്ക് കൊടുക്കണം, കറക്റ്റായിട്ട് കൊടുക്കണം. അതിനുള്ള കേപ്പബിലിറ്റി അവൻ ആ കൈകൾ ഉപയോഗിച്ച്, ആ വർക്ക് ഉപയോഗിച്ച്, അവൻ്റെ ഇൻ്റലക്ച്വൽ ലെവൽ ഉപയോഗിച്ച്, അവൻ ഇതിനു മുമ്പുള്ള എക്സ്പീരിയൻസ് ഉപയോഗിച്ച്, നമ്മുടെ ട്രെയിനിങ്ങിൽ നിന്ന് കിട്ടിയിരിക്കുന്ന അറിവും പ്രാക്ടീസും കണ്ടുപഠിക്കുന്ന കാര്യങ്ങളും എല്ലാം, നമ്മുടെ സിസ്റ്റവും ടൂൾസും എല്ലാം ഉപയോഗിച്ച്
ആ വർക്കിൽ ഒരു എക്സ്പേർട്ട് ആയതിനു ശേഷമാണ് റെസ്പോൺസിബിൾ ആണ് ആ വ്യക്തി എന്ന് നമുക്ക് ഉറപ്പിക്കാനും ആ റെസ്പോൺസിബിലിറ്റി ആ ടീമിലെ ലീഡർക്ക് അല്ലെങ്കിൽ ആ എംപ്ലോയിക്ക് നമുക്ക് കൊടുക്കാനായിട്ടും സാധിക്കുക. അതിനൊരു സമയം, ഒരു ടൈം പീരീഡ് ആവശ്യമാണ്. അതൊരു ഓർഗനൈസേഷനെയും ആ പൊസിഷനെയും ബേസ് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്യൂറേഷൻ ആയിരിക്കും ഉണ്ടാവുക. വൺസ് ആ എംപ്ലോയി റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏതൊരു ബിസിനസ് ഓണറിൻ്റെയും ആഗ്രഹം എന്ന് പറയുന്നത് 100% ഏത് ഡിസിഷൻ മേക്കിങ്ങിലേക്കും ആ വ്യക്തിയിലേക്ക് ഡെലിഗേറ്റ് ചെയ്ത് എനിക്ക് അവിടുന്ന് സമയം കൂടുതൽ കിട്ടുന്ന, പ്രോഫിറ്റ് കൂടുതൽ കിട്ടുന്ന, ക്യാഷ് കൂടുതൽ കിട്ടുന്ന സിസ്റ്റം ബിൽഡ് ചെയ്തെടുക്കാൻ തന്നെയാണ്. അപ്പോൾ റെസ്പോൺസിബിലിറ്റി ഈ വ്യക്തി എങ്ങനെയാണ് എടുക്കുന്നത്, അതിൽ ഇമ്പാക്റ്റ് എന്താണ്, അവിടെ വരുന്ന പാകപ്പിഴകൾ എന്തൊക്കെയാണ്, അവിടെ എങ്ങനെയാണ് ഗൈഡ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഒബ്സർവ് ചെയ്ത് ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്ത് ചില സമയങ്ങളിൽ ടഫായി, ചില സമയങ്ങളിൽ ചേർത്ത് പിടിച്ച്, ചില സമയങ്ങളിൽ ടൂൾസ് കൊടുത്ത്, ചില സമയങ്ങളിൽ കൃത്യമായിട്ടുള്ള റിതം സെറ്റ് ചെയ്ത് നമ്മൾ മോണിറ്റർ ചെയ്യുമ്പോൾ മാത്രമാണ് ആ റെസ്പോൺസിബിലിറ്റി ഡെലിഗേഷൻ 100% കംപ്ലീറ്റ് ആവുന്നത്. അവിടെ നിന്ന് മാത്രമാണ് നമുക്കൊരു സെർട്ടൺ ടൈം പീരീഡ് കഴിയുമ്പോൾ അതോറിറ്റി ഡെലിഗേഷനിലേക്ക് നമ്മളുടെ ഇപ്പോൾ കൈകൾ ഡെലിഗേറ്റ് ചെയ്തു, നമ്മളുടെ ഷോൾഡർ ഡെലിഗേറ്റ് ചെയ്തു, ഇനി നമ്മളുടെ തല, അതായത് റൈറ്റ് ആയിട്ടുള്ള ഒരു ഓൺട്രപ്രീനർഷിപ്പ് മൈൻഡ് സെറ്റിലേക്ക് ആ വ്യക്തിയെ, ആ ലീഡറിനെ എത്തിച്ച് തീർച്ചയായിട്ടും ബിസിനസ്സിനെ ഏറ്റവും ബെസ്റ്റായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരു റിയൽ പെർഫോമറാക്കി നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുക. അപ്പോൾ അതോറിറ്റി ഡെലിഗേഷൻ എന്നാണ് നമ്മളതിനെ വിളിക്കുക. അതോറിറ്റി ഡെലിഗേഷനിലേക്ക് എത്താൻ മിനിമം 6 months മുതൽ ഒരു 3 years വരെയൊക്കെ ടൈം എടുക്കുന്ന ഓർഗനൈസേഷൻ ഉണ്ട്. കാരണം ആ വ്യക്തി എടുക്കുന്ന പൊസിഷൻ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നത്. സോ നിങ്ങളുടെ കമ്പനിയിൽ എങ്ങനെയാണ് ടീമിനെ ബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ പറയുന്ന ഡെലിഗേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത്, എന്തൊക്കെ ടൂൾസ് ആണ് ഉപയോഗിക്കുന്നത്, അതിന് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് നിങ്ങൾക്കുണ്ടോ എന്നുള്ളതെല്ലാം നിങ്ങൾ റിവ്യൂ ചെയ്യുക. ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മസ്റ്റായിട്ടും അത് ഡെവലപ്പ് ചെയ്തെടുത്തേ പറ്റൂ എന്നുള്ളത് തന്നെയാണ്. സോ ഇവിടെ ഡെലിഗേഷൻ എന്ന് പറയുമ്പോൾ ലെവണക്സ് എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നത് സ്കോർ ബോർഡ് ബേസ്ഡ് ലീഡർഷിപ്പാണ്. കാരണം ഏത് നമ്പേഴ്സിനെയൊക്കെ ട്രാക്ക് ചെയ്യണം, എവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഏതാണ് പ്രയോറിറ്റി, എൻ്റെ ഈ ക്വാർട്ടറിൻ്റെ നമ്പർ എത്രയാണ് എന്നുള്ളതിനെല്ലാം ഓരോ പൊസിഷനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ആ ക്ലാരിറ്റി ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ആ വ്യക്തിയിലേക്ക് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏതൊരു എംപ്ലോയിക്കും നല്ലൊരു പെർഫോമറാക്കി മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അതല്ല എന്നുണ്ടെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ റൈറ്റ് ആയിട്ടുള്ള ടൈമിൽ എടുത്ത് നമുക്ക് അതിനുള്ള ഓൾട്ടർനേറ്റീവ്സിലേക്ക് വരാനായിട്ട് സാധിക്കും. അതല്ലാതെ ബിസിനസ്സിനെ സ്ലോ ആക്കുക, പ്രോഫിറ്റ് ഇല്ലാത്തൊരു കമ്പനിയാക്കി ഡ്രൈവ് ചെയ്യുക ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ബിസിനസ്സിനോടും നിങ്ങളുടെ ടീമിനോടും കസ്റ്റമേഴ്സിനോടും നിങ്ങളോടും നിങ്ങളുടെ ഫാമിലിയോടും നിങ്ങൾ ചെയ്യുന്ന ദ്രോഹമാണ് ആ ബിസിനസ്സിനെ സ്ലോ ആക്കി മാറ്റുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്പീഡിൽ പോകണമെങ്കിൽ ക്ലാരിറ്റി വിത്ത് നമ്പേഴ്സ്, സ്കോർ ബോർഡ് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കണം. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും ബിസിനസ്സിനെ നിങ്ങൾ നശിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ് റിയാലിറ്റി. അപ്പോൾ ഈ ഡേറ്റ ഡ്രിവൺ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് തീർച്ചയായിട്ടും കറക്റ്റായിട്ട് എത്താൻ പറ്റുന്ന ഒരു ബിസിനസ് ലീഡറായിട്ട് നിങ്ങൾക്ക് വരാൻ സാധിക്കണം എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു അക്കൗണ്ടബിലിറ്റി കോച്ചിങ് സിസ്റ്റം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ള ഡിസിഷനാണ് ആദ്യം നിങ്ങൾ എടുക്കേണ്ടത്. കാരണം ചോദിക്കാനും പറയാനും ഒരാളില്ല എന്നുണ്ടെങ്കിൽ ഒരാളും ഈ ലോകത്ത് അവരുടെ ഫുൾ പൊട്ടൻഷ്യലിനെ എക്സ്പ്രസ് ചെയ്യുന്ന വ്യക്തിയായിട്ട് മാറില്ല. വിരാട് കോഹ്ലിക്ക് ക്രിക്കറ്റ് അറിയില്ലാത്തത് കൊണ്ടല്ല കോച്ച് ഉള്ളത് എന്ന് പറയുന്നത് പോലെ ഏതൊരു പെർഫോമർക്കും, പെർഫോം ചെയ്യാത്ത ആൾക്കും കോച്ച് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ റിസൾട്ടിനെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ലെവണക്സ് ചെയ്യുന്നതും അത് തന്നെയാണ്. നിങ്ങളെപ്പോലുള്ള ബിസിനസ് ഓണേഴ്സിനെ കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്ത് ഏത് ഡേറ്റയിലൂടെ കടന്നു പോകണമെന്ന് മനസ്സിലാക്കി ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഡ്രൈവ് ചെയ്യുന്ന ഒരു ലെവണക്സ് അക്കൗണ്ടബിലിറ്റി കോച്ചായിട്ട് ഞാനും എൻ്റെ ടീമും ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ മലയാളി ബിസിനസ് ഓണേഴ്സിന് UAE-ലും പല രാജ്യങ്ങളിലും ഇവിടെ ഇന്ത്യക്കകത്തും ഒക്കെ നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റിയിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് അത്രയും ഹ്യൂജാണ്. എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഈ വീഡിയോയിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഡിസിഷൻ എടുക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സാധിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എനിവേ നമുക്ക് കാണാം, കണക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് ഗ്രോയിങ്.